ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുക നിങ്ങൾ ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരിക്കും. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറൻഷ്യബിലിറ്റിയും കണ്ടിന്യൂറ്റിയും തമ്മിലുള്ള റിലേഷനാണ്. അതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വിട്ടുപോയൊരു ചെറിയൊരു നൊട്ടേഷൻ, അതായത് ലെബനിറ്റ്സ് നൊട്ടേഷൻ എന്ന് പറയും. ഡെറിവേറ്റീവിന് ലെബനിറ്റ്സ് നൊട്ടേഷൻസ് ആണ് ഏതൊക്കെ. മുകളിൽ നിങ്ങളൊരു നോട്ടായിട്ട് കണ്ടിട്ടുണ്ടാവും. വൈ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് യൂഷ്വലി നമ്മൾ എഴുതുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ് എന്നാണ്. അതുപോലെ തന്നെ എഫ് ഡാഷ് ഓഫ് എക്സിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന നൊട്ടേഷൻസാണ് ഡി വൈ ബൈ ഡി എക്സ്, അല്ലേ. ഡി വൈ ബൈ ഡി എക്സ് ഇങ്ങനെ ചിരിച്ച് എഴുതാം. അതുപോലെ ഡി ബൈ ഡി എക്സ് ഓഫ് വൈക്ക് വരെ എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് പുറത്തായിട്ട് എഴുതാം, അല്ലേ. ഡി എഫ് ഓഫ് എക്സ് സ്ലാഷ് ഡി എഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ഈ രീതിയിലൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം പറയുന്നതാണ് ലെബനിറ്റ്സ് നൊട്ടേഷൻ. ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞാണ്. നൊട്ടേഷൻസാണ് ഇതിനെ പറയുന്ന വേറെ ലെബനിസ് നൊട്ടേഷൻ. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ പോയിന്റിലാണെങ്കിൽ ഇപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് എക്സ് നോട്ട് എന്നുള്ള പോയിന്റിലാണ് കാണേണ്ടതെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്ന് എഴുതാം. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം, ഡി വൈ ബൈ ഡി എക്സ് ഒരു സ്ലാഷിന് ശേഷം താഴെ എക്സ് നോട്ട് എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ഡി വൈ ബൈ ഡി എക്സ് അറ്റ് എക്സ് നോട്ട് എന്നുള്ളതാണ് മീനിങ്. അതുപോലെ ഡി വൈ ഡി എക്സ് ഓഫ് എക്സ് സ്ലാഷ് എക്സ് നോട്ട് എന്നും നൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ അത്തരം നൊട്ടേഷൻസിനെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ഇനി നെക്സ്റ്റ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറാണ് ഡിഫറൻഷ്യബിലിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി. എന്താണ് അവർ തമ്മിലുള്ള റിലേഷൻ? ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുമോ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവുമോ എന്ന്. അപ്പോൾ ഫസ്റ്റ് തിയറമാണ്. തിയറം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും, അതിനോടനുബന്ധിച്ച് അതിൻ്റെ ഒരു പ്രൂഫ് ഉണ്ടായിരിക്കും. ഇപ്പോൾ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇഫ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് നോട്ട് ദെൻ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് നോട്ട്. പറയുന്നത് എന്താണ്? ഒരു പോയിൻ്റ് എക്സ് നോട്ടിൽ എഫ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ആ പോയിൻ്റിൽ അത് കണ്ടിന്യൂസും ആയിരിക്കുന്നു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഡിഫറൻഷ്യബിലിറ്റി ഇംപ്ലൈസ് എന്താണ്? കണ്ടിന്യൂറ്റിയാണ്. എല്ലാ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അതാണ് ഇവിടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. എഫ് എക്സ് നോട്ട് എഫ് എന്നുള്ള പോയിൻ്റ് എക്സ് നോട്ട് എന്ന പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? എഫ് എക്സ് നോട്ടിൽ കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം, അല്ലേ. ആദ്യം നമുക്ക് തന്ന കാര്യം നമ്മൾ എന്താണ്, അല്ലേ, ഗിവൺ ദാറ്റ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് തന്നിട്ടുണ്ട്. എഫ് എക്സ് നോട്ട് എന്നുള്ള പോയിന്റ് ഡിഫറൻഷ്യബിൾ ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ബൈ ഡെഫിനേഷൻ എന്താ, ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എന്താണ്? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഓൾ ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് നമുക്കറിയാം, അല്ലേ. ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ആ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണ്ടേ, നല്ലത് ഇതല്ലേ. എന്നിട്ട് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് എഴുതാറ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു. എഫ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ഇങ്ങനെയാണ് അതിൻ്റെ ആ മെത്തേഡ് വഴി കണ്ടുപിടിക്കുന്നത്. ഇത് കണ്ടുപിടിച്ചാൽ ഇത് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് ഉണ്ടെന്ന് പറയുള്ളൂ. അപ്പോൾ ബൈ ഡെഫിനേഷൻ എന്താണ്? ഈ ഒരു ടേം എക്സിസ്റ്റ് ചെയ്യണം, അല്ലേ. ഈ ഒരു ടേം എക്സിസ്റ്റ് ചെയ്യണം. ഇനി എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എങ്ങനെ എഴുതും? അതാണ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട്, അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഡെറിവേറ്റീവ് അത് എക്സിസ്റ്റ് ചെയ്യും വേണം. അതാണ് നമ്മൾ ഡെറിവേറ്റീവായിട്ട് എടുക്കാറ്. ഫസ്റ്റ് നമ്മൾ പ്രോബ്ലമൊക്കെ ചെയ്തു. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്താണ്? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ഡെൽറ്റ എക്സ് എന്ന് എഴുതി, അല്ലേ. ഇനി അതവിടെ നമുക്ക് തന്ന സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കിട്ടിയ കാര്യമാണ്. അത് നമ്മളവിടെ അവിടെ വെച്ചു. ഇനി നെക്സ്റ്റ് നോക്കാം. ഇനി പുതിയതായിട്ട് ഇവിടെ തുടങ്ങും. എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് എന്താണ്? അതിനെങ്ങനെ എഴുതിക്കൂടെ? ഒരു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ചെയ്യുകയും ചെയ്തു, ഒരു എഫ് ഓഫ് എക്സ് നോട്ട് മൈനസ് ചെയ്യുകയും ചെയ്തു, അല്ലേ. അപ്പോൾ ഫലത്തിൽ ഈക്വൽ ടു തന്നെ അല്ലേ. എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സിനെ ഈക്വൽ ടു എന്ത് ചെയ്തു? ഒരു ടേം പ്ലസും ചെയ്തു, ഒരു ടേം മൈനസ് ചെയ്തു, അല്ലേ. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല, കാരണം അത് ക്യാൻസൽ ചെയ്ത് പോകുമല്ലോ. ഇനി നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്തു? അതിനൊന്ന് ഇതേ ടേമിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതി. ഈ എഫ് ഓഫ് എക്സ് നോട്ട് ഇവിടെ എഴുതി. ഈ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ബൈ ഈ ഒരു ടേമിനെ ബൈ ഡെൽറ്റ എക്സും ചെയ്തു, ഇൻറ്റു ഡെൽറ്റ എക്സും ചെയ്തു. അപ്പോഴും ഞാനൊന്നും ചെയ്തില്ല, ഇൻറ്റു 1 ചെയ്ത പോലെ തന്നെ ഉള്ളൂ. ഒരു ടേമിനെ നമുക്ക് ഇൻറ്റു ചെയ്യും മൾട്ടിപ്ലൈ ചെയ്യും ഒരേ സമയം ചെയ്യാം, അല്ലേ. പ്ലസ് ചെയ്യും മൈനസ് ചെയ്യും ഒരേ സമയം ചെയ്യാം. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ടേമിനൊന്നും ചെയ്തില്ല. സെക്കൻഡ് ടേമിനെ എന്ത് ചെയ്തു?
ഈ സെക്കൻഡ് ടേമിനെ ബൈ ഡെൽറ്റ എക്സും ചെയ്തു ഇൻറ്റു ഡെൽറ്റ എക്സും ചെയ്തു അല്ലേ. അപ്പോൾ ഫലത്തിലത് ക്യാൻസൽ ചെയ്ത് പോകും. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇനി താഴെ എന്ത് ചെയ്തു, രണ്ടിനും ലിമിറ്റ് എടുത്തു. ഇപ്പോൾ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ്. ഇവിടെയും ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 അതേ ടേം എടുത്തു. ഇനി ലിമിറ്റ് ഇവിടെ പ്ലസ് ഉണ്ട് അല്ലേ. പ്രൊഡക്റ്റ് റൂളും സം റൂളൊക്കെ പ്രകാരം ലിമിറ്റ് നമുക്ക് ഉള്ളിലേക്ക് കൊടുക്കാം. അപ്പോൾ ലിമിറ്റ് എന്ത് വരും, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് നോട്ട്, പിന്നെ ലിമിറ്റ് അല്ല ഈ ടേം ഇൻറ്റു ആണല്ലോ. അപ്പോൾ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ബൈ ഡെൽറ്റ എക്സ് ഇൻറ്റു അല്ലേ ഈ ഡെൽറ്റ എക്സിന് ലിമിറ്റ് കൊടുത്തു. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ എക്സിന് കൊടുത്തു. ഇനി ഈ ഫസ്റ്റ് ടേം എന്താ സാധനം, ഈ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ഫസ്റ്റ് ടേം എന്താ പറയുക, ഡെൽറ്റ എക്സ് അതില്ലല്ലോ. ഡെൽറ്റ എക്സ് ലിമിറ്റ് കൊടുക്കാൻ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് നോട്ട് ആണല്ലോ. എഫ് ഓഫ് എക്സ് നോട്ട് ഡെൽറ്റ എക്സ് ഇല്ല. അപ്പോൾ പിന്നെ അത് കോൺസ്റ്റൻറ്റ് പോലെ തന്നെ അല്ലേ. അപ്പോൾ അതിന് ആൻസർ എന്ത് വരും, എഫ് ഓഫ് എക്സ് നോട്ട് വരും. ഇനി രണ്ടാമത്തെ ഈ ടേം എന്താണ്, ഈ ടേം എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ടാണ്. അത് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാ അവിടെ നമ്മൾ ഫസ്റ്റ് ഇവിടെ കണ്ടുപിടിച്ച് എന്തിനാ മനസ്സിലായില്ലേ അല്ലേ. ഇത് നോക്ക്, ഇതിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 അത് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ടാണ് കിട്ടി. ഇനി ഇതിലെന്തായിട്ട് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ആണ്. ഡെൽറ്റ എക്സ് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 അപ്ലൈ ചെയ്താൽ ഡെൽറ്റ എക്സിന് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ എന്ത് വരും, 0 എന്ന് വരും. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു 0 ആയിട്ട് പോവും. ഫസ്റ്റ് ടേം എന്ത് കിട്ടും, 0 കിട്ടും. അപ്പോൾ അല്ലേ. അപ്പോൾ എന്താ നമുക്ക് കിട്ടിയത് എന്താ, അപ്പോൾ കിട്ടിയത് ലിമിറ്റ് ഡെൽറ്റ എക്സ് ഇൻസ്റ്റു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടി, എഫ് ഓഫ് എക്സ് നോട്ട് കിട്ടി. ഇനി അതിലൊരു കാര്യം ചെയ്യേണ്ട എന്താണ്, ഇനി നൗ സിൻസ് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എക്സ് മൈനസ് എക്സ് നോട്ട് ആണല്ലോ. അത് നമ്മൾ തുടക്കം മുതലേ ഞാൻ പറഞ്ഞു, ഡെൽറ്റ എക്സ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് എന്താ, ഒരു ജസ്റ്റ് ഇൻക്രിമെൻറ്റ്, എക്സിലുള്ള ഒരു ഇൻക്രിമെൻറ്റ്. അതായത് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഡിക്രീസോ ഇൻക്രീസോ, എക്സ് എന്നുള്ള വേരിയബിൾ ഉണ്ടാകുന്ന ചെറിയൊരു മാറ്റത്തിന്, ചെറിയൊരു ഏറ്റക്കുറച്ചിലിനെ കാണിക്കുന്ന ആ ഒരു ചെറിയ ഏറ്റക്കുറച്ചിലിനാണ്, ആ ചെറിയൊരു സംഖ്യയാണ് ഡെൽറ്റ എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡെൽറ്റ എക്സിനെ എങ്ങനെ എഴുതാം, എക്സിൽ നിന്ന് എക്സ് നോട്ട് കുറച്ച് ചെറിയൊരു വ്യത്യാസമാണ് ഡെൽറ്റ എക്സ്. അത് നമുക്കറിയാം. അപ്പോൾ ഡെൽറ്റ എക്സിനെ എങ്ങനെ എഴുതാം, അതാണ് സിൻസ്. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സിൽ നിന്ന് എക്സ് നോട്ട് കുറച്ച് കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു ചെറിയ സംഖ്യ, എക്സിൽ നിന്ന് ഉണ്ടാകുന്ന ചെറിയൊരു വ്യതിയാനമാണ് ഡെൽറ്റ എക്സ്. ദെയർഫോർ അപ്പോൾ ഈ ലിമിറ്റ് എന്താവും, ഈ മുകളിലത്തെ ലിമിറ്റ് ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലിമിറ്റ് ഡെൽറ്റ എക്സിന് എന്ത് കൊടുക്കാം, എന്താ ഇവിടെ മാറ്റി കൊടുത്തു. ഡെൽറ്റ എക്സിന് എക്സ് മൈനസ് എക്സ് നോട്ട് ഡെൽറ്റ ടെൻസ് ടു 0 എഴുതി. ഈ ഇതിനെന്ത് കൊടുത്തു, എഫ് ഓഫ് എക്സ് നോട്ട് ഡെൽറ്റ എക്സിന് പകരം പ്ലസ് എക്സ് മൈനസ് എക്സ് നോട്ട് എന്ന് കൊടുത്തു. ഇവിടെ എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് കൊടുത്തു. ഇനി ഇതിനെ എന്തായിട്ട് മാറും, എക്സ് മൈനസ് എക്സ് നോട്ട് ടെൻസ് ടു 0നെ എന്തായിട്ട് മാറും, എക്സ് നോട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോയി എക്സ് ടെൻസ് ടു എക്സ് നോട്ടിനാവില്ലേ. ഇവിടെ ഈ എക്സ് നോട്ടും ഈ എക്സ് നോട്ടും തമ്മിൽ എന്താവും, ക്യാൻസൽ ചെയ്ത് പോവും. ബാക്കി എഫ് ഓഫ് എക്സ് വരും ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് വരും. ഇപ്പോൾ ഇതെന്താ കിട്ടീന്, ബൈ ഡെഫിനേഷൻ എഫ് കണ്ടിന്യൂസ് അല്ലേ. കണ്ടിന്യൂസ് ആവണമെങ്കിൽ ഞാൻ പറഞ്ഞു ഡെഫിനേഷൻ, ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും വേണം, അത് ആ ഫംഗ്ഷൻ്റെ വാല്യൂവിനോട് ഈക്വൽ ആയിരിക്കും വേണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് എഫ് ഓഫ് എക്സ് നോട്ടിനോട് ഈക്വൽ ആയി കഴിഞ്ഞാൽ എഫ് എന്താണെന്ന് പറയാം, എക്സ് നോട്ട് എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയാം. അതിൻ്റെ ഡെഫിനേഷൻ നോക്കി നമുക്ക് അറിയാം. അപ്പോൾ എന്തായി, നമുക്ക് തന്നിരിക്കുന്ന എഫ് ഡിഫറൻഷ്യബിൾ ആണെന്നാണ്. ഇപ്പോൾ എന്ത് പ്രൂവ് ചെയ്തു, എഫ് കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ എഫ് ഒരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ആ പോയിന്റിൽ എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ മെയിൻ തിയറാണ് മനസ്സിലാക്കിയ, ഹെൻസ് എവറി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. എല്ലാ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനും എന്താണ്, കണ്ടിന്യൂസ് ആണ്. ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിന് കോൺവേഴ്സ് നീഡ് നോട്ട് ബി എന്താണ് ആയിരിക്കണം എന്നില്ല. കോൺവേഴ്സ് എന്താണ്, കോൺവേഴ്സ് നീഡ് നോട്ട് ബി എന്നാണ് പറഞ്ഞത്. നീഡ് നോട്ട് ബി ട്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ശരിയാവാം, അല്ലെങ്കിൽ നിർബന്ധമില്ല എന്നർത്ഥം. അതായത് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എല്ലാം കണ്ടിന്യൂസ് ആണ്, പക്ഷേ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഒരിക്കലും എന്ന് പറയാൻ പറ്റില്ല. കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഡിഫറൻഷ്യബിൾ ആയിക്കൊള്ളണം എന്നില്ല. ചില കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവാം, പക്ഷേ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ആ ഫംഗ്ഷൻ ഒരിക്കലും ഡിഫറൻഷ്യബിൾ ആവില്ല. പക്ഷേ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ മോഡ് എക്സ് നോക്കി നോക്കുക. മോഡ് എക്സ് അതിലൊരു എക്സാമ്പിൾ പറയുന്നുണ്ടല്ലേ, മോഡ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിച്ച് ഈസ് കണ്ടിന്യൂസ് എവരിവെയർ. നമ്മൾ ഇതിൻ്റെ കണ്ടിന്യൂറ്റി
നമ്മൾ ചെക്ക് ചെയ്താണ് അല്ലേ. y ഈക്വൽ ടു mod x എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്, പക്ഷേ ഡിഫറൻഷ്യബിൾ ആണോ അതും ചെക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ എക്സാമ്പിൾ നോക്കി നോക്കുക. y ഈക്വൽ ടു mod x കണ്ടിന്യൂസ് ആണ് എല്ലായിടത്തും, പക്ഷേ അത് എവിടെയല്ല 0 എന്നുള്ള പോയിന്റിൽ ഡിഫറൻഷ്യബിൾ അല്ല. അപ്പോൾ അതിന് എന്ത് ചെയ്യുന്നു, എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷനും ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലേ. അതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ. ഇത് ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. എവരി ഡിഫറൻഷ്യൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാനും കോൺവേഴ്സ് അല്ല എന്ന് പറയുന്നതിനുള്ള ഒരു ജസ്റ്റിഫിക്കേഷനായിട്ടൊരു എക്സാമ്പിൾ കൊടുക്കാനും. അപ്പോൾ ഈ എക്സാമ്പിൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കണം. ഇനി ഡിഫറൻസിയേഷൻ റൂൾസ് കുറച്ചെണ്ണം ഉണ്ട്, നമുക്കത് 1 by 1 ആയിട്ട് നോക്കാം. ഇനി ഫസ്റ്റ് വൺ, ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻറ്റ്. ഈ സി ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ സിയുടെ ഡെറിവേറ്റീവ് എന്തായിരിക്കും, 0 നമുക്കറിയുന്ന കാര്യമാണ്. പ്രൂഫ് എങ്ങനെ എഴുതാം, പ്രൂഫ് ചോദിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ത് ചെയ്യുക, സി എന്നുള്ളൊരു പോയിൻ്റ് ആയിട്ട് എടുക്കുക അല്ലേ. ദെൻ ഫോർ എനി റിയൽ നമ്പർ ഡെൽറ്റ എക്സ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്തായിരിക്കും, സി ആയിരിക്കില്ലേ. കാരണം എന്താ, എഫ് ഓഫ് എക്സ് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് എക്സിന് എന്ത് വാല്യൂ ഇട്ട് കൊടുത്താലും അതിൻ്റെ ആൻസർ എന്തെന്നെ കിട്ടൂ, സി തന്നെ കിട്ടുള്ളൂ എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോഴാണല്ലേ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ. അപ്പോൾ എഫ് എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഇട്ട് കൊടുത്താലും എന്തെന്നെ കിട്ടൂ, സി തന്നെ കിട്ടൂ. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം അല്ലേ. ഡെറിവേറ്റീവ് സി എന്നല്ലേ പ്രൂവ് ചെയ്യുന്നുണ്ട്. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് എക്സ്. അതിൻ്റെ ഡെഫിനേഷൻ എന്താ, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ഡെൽറ്റ എക്സ് ആണ് അതിൻ്റെ ഡെഫിനേഷൻ. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 2 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതെന്താണ്, ഇത് സി ആണ്, ഇതും സി ആണ്. ബൈ ഡെൽറ്റ എക്സ് വരും. ഇപ്പോൾ സി മൈനസ് സി എന്ത് വരും, 0 വരും. ലിമിറ്റ് 0 എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് 0 എന്ന് കിട്ടി. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഡി ബൈ ഡി എക്സ് ഓഫ് സി ഈക്വൽ ടു 0. വളരെ സിമ്പിളായിട്ടുള്ള ഒന്നാണ്. ഇനി പവർ റൂൾ ഫോർ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. എന്താണ് പവർ റൂൾ ഫോർ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് അല്ലേ. നമുക്ക് എൻ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണെങ്കിൽ, ശ്രദ്ധിക്കണം പോസിറ്റീവ് ഇൻറ്റിജറാണ് എൻ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണെങ്കിൽ ഫോർ എനി റിയൽ നമ്പർ ഡി ബൈ ഡി എക്സ് എക്സ് റൈസ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയുന്ന റിസൾട്ടുകളാണ്, പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രൂഫ് ചിലപ്പോൾ ചോദിക്കാറുണ്ട് അല്ലേ. എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1 അല്ലേ. എക്സ് റൈസ് ടു 3 ആണെങ്കിൽ നമ്മൾ എഴുതുന്നത് അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ, 3x² എന്നാണ് എഴുതാറ്. അതേപോലെ ഒന്ന് പ്രൂവ് ചെയ്യാൻ അല്ലേ. അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു എൻ ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1. ഇനി അതിനെങ്ങനെ പ്രൂവ് ചെയ്യാം, നിങ്ങൾക്ക് തന്നെ പ്രൂവ് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ പ്രൂവ് ചെയ്യുന്ന മെത്തേഡൊക്കെ ഇപ്പോൾ സെയിം ആണ് അല്ലേ. എഫ് ഓഫ് എക്സിന് എന്തെടുത്തു, ഏതിൻ്റെ ആണോ പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ, എക്സ് റൈസ് ടു എൻ, അപ്പോൾ അതിനെ എഫ് ഓഫ് എക്സ് ആയിട്ട് എടുത്തു. ഇനി എഫ് ഓഫ് എക്സ് പ്ലസ് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ഡെൽറ്റ എക്സ് കണ്ടുപിടിക്കണം ആദ്യം അല്ലേ. അതിന് വേണ്ടി ഓരോ ടേമുകൾ കണ്ടുപിടിച്ചേക്കുക. എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് എന്താ വരിക, എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് എക്സ് റൈസ് ടു എൻ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ത് വരും, എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ റൈസ് ടു എന്ന് വരും, മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു എൻ അല്ലേ. അതെ, നമുക്ക് ഈ റിസൾട്ട് ഒന്ന് അറിഞ്ഞിരിക്കണം, എന്നാലേ ഇത് മുന്നോട്ട് പോകാൻ പറ്റൂ. 2 പോസിറ്റീവ് ഇൻറ്റിജറാണ് എയും ബിയും എങ്കിൽ, 2 റിയൽ നമ്പറാണ് എയും ബിയും എങ്കിൽ എ റൈസ് ടു എൻ ബി റൈസ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എ മൈനസ് ബി അല്ലേ. പിന്നെന്ത് വരും, ഫസ്റ്റ് ടൈം എ റൈസ് ടു എൻ മൈനസ് 1 പ്ലസ് എ റൈസ് ടു എൻ മൈനസ് 2 ബി അല്ലേ. അതൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, അതിൻ്റെ ഇത് കുറഞ്ഞു വരികയാണ്. എ മൈനസ് ബി എഴുതുക, 2 ടേമിൻ്റെയും മൈനസ് ബി എഴുതുക. പിന്നെ എ റൈസ് ടു എൻ ആണെങ്കിൽ ഫസ്റ്റ് ടേം എ റൈസ് ടു എൻ മൈനസ് 1 വരും, സെക്കൻഡ് ടേമിൽ എ റൈസ് ടു എൻ മൈനസ് 2. എയുടെ പവർ കുറഞ്ഞു വരുന്നു, ബിയുടെ പവർ ഫസ്റ്റത്തേൽ 0 ആണ്, പിന്നത്തേൽ ബി റൈസ് ടു 1 ബി സ്ക്വയർ അങ്ങനെ പോകുന്നു. അപ്പോൾ ഇവിടെ എന്ന് നോക്കി, ഇവിടെ ഇത് എയും ഇത് ബിയും എ റൈസ് ടു എൻ ബി റൈസ് ടു എൻ ഫോമിലല്ലേ ഈ കിടക്കുന്നത്. എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എയും എക്സ് ബി ഡി സ്ഥാനത്തല്ലേ കിടക്കുന്നത്. അപ്പോൾ ഈ റിസൾട്ട് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം അല്ലേ. നോക്കുക, അപ്പോൾ ആദ്യം എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് എന്താണ്, ഈ ടേം അല്ലേ 2 കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, ബൈ ഡെൽറ്റ എക്സ് വരും. ഇനി മുകളിലത്തെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് റൈസ് ടു എൻ മൈനസ്, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാം. എ റൈസ് ടു എൻ ബി റൈസ് ടു എനിലെ എ എക്സ് ഈ ഫോമിലാണ് കിടക്കുന്നത്. എ റൈസ് ടു എൻ മൈനസ് ബി റൈസ് ടു എൻ ഫോമിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ അത് എക്സ് മുകളിൽ തന്നെ എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും, എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എക്സ്, പിന്നെ ഫസ്റ്റത്തേൻ്റെ പവർ അല്ലേ, എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് റൈസ് ടു എൻ മൈനസ് 1 പ്ലസ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് റൈസ് ടു എൻ മൈനസ് 2. ബിയുടെ ടേം എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ എക്സ് വരും, പ്ലസ്
അടുത്ത കൂടി പോകും. അത് നിങ്ങൾക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ എഴുതി നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ലാസ്റ്റ് ടേം എന്ത് വരും? എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എക്സ് റേസ് ടു എൻ മൈനസ് 2 പ്ലസ് ലാസ്റ്റ് ടേം എക്സ് റേസ് ടു എൻ മൈനസ് 1 വരും. ഹോൾ ഡിവൈഡഡ് ബൈ എന്നുണ്ട് ഈ ഡെൽറ്റ എക്സും ഉണ്ട് അല്ലേ. ഇനി ഇത് രണ്ടിലും ഈ എക്സും ക്യാൻസൽ ചെയ്ത് പോയാൽ ബാക്കി എന്ത് വരും? ഡെൽറ്റ എക്സ് വരും. ഉള്ളിലെ ടേം അതേപോലെ തന്നെ എഴുതി. അപ്പോൾ ഈ താഴത്തെ ഡെൽറ്റ എക്സും ഈ താഴത്തെ മുകളിലത്തെ ഡെൽറ്റ എക്സും എന്ത് ചെയ്യാം? നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതാണ് കണ്ടുപിടിക്കേണ്ടത്. അത് പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് എക്സ് ആണ് അല്ലേ. എഫ് ഡാഷ് ഓഫ് എക്സ് ആണ്. എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ഡെൽറ്റ എക്സ് ആണ് അതിൻ്റെ ഡെഫിനേഷൻ. ഈ ടേം നമ്മളിവിടെ ഇപ്പോൾ മുകളിൽ കണ്ടുപിടിച്ച് വെച്ചു. ഈ ടേമാണിപ്പോൾ ഈ മുകളിൽ ഈ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത് ഈ ടേമാണ്. അപ്പോൾ അതിനവിടെ എന്ത് ചെയ്യുക? അതിനവിടെ കൊടുക്കുക. അപ്പോൾ എന്ത് വരും? എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് റേസ് ടു എൻ മൈനസ് 1 അല്ലേ. അപ്പോൾ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് റേസ് ടു എൻ മൈനസ് 2 എക്സ് പ്ലസ് എക്സെട്ര എക്സ് റേസ് ടു എൻ മൈനസ് 1 വരും. ഇനി താഴെ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. ലിമിറ്റ് നമുക്കറിയാം, സമ്മേഷൻ റൂൾ പ്രകാരം ഇവിടെയൊക്കെ പ്ലസ് ആയ കാരണം ഈ ലിമിറ്റ് നമുക്ക് ഉള്ളിലേക്ക് കൊടുക്കാം. അപ്പോൾ ലിമിറ്റ് ഇവിടെ ഒരു ടേം കൊടുത്തു, ലിമിറ്റ് സെക്കൻഡ് ടേം കൊടുത്തു, എക്സെട്ര ലിമിറ്റ് സെക്കൻഡ് ലാസ്റ്റ് ടേം, ലിമിറ്റ് ലാസ്റ്റ് ടേം. നമുക്ക് സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. നമ്മൾ സമ്മേഷൻ ആണെങ്കിൽ നമുക്ക് ലിമിറ്റ് ഉള്ളിലേക്ക് കൊടുക്കാം. ഇനി ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 കൊടുത്തു പറയുന്നത് എന്താ അതിൻ്റെ മീനിങ്? ഡെൽറ്റ എക്സ് കണ്ടെടുത്ത് 0 കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഓൾ റൈസ് ടു എൻ മൈനസ് 1 ആണ് അല്ലേ. ഇതിൽ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് 0 കൊടുക്കുക. ബാക്കി എന്ത് വരും? അപ്പോൾ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്തായിട്ട് മാറും? എക്സ് ആയിട്ട് മാറും. ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ 0 അല്ലേ. അപ്പോൾ എക്സ് റേസ് ടു എൻ മൈനസ് 1 വരും ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം എന്താവും? അതേപോലെ എക്സ് റേസ് ടു എൻ മൈനസ് 2 വരും. പിന്നെ പുറത്തൊരു എക്സ് ഉണ്ട്. തേർഡ് ടേം എന്താവും? കുറഞ്ഞ് വരുമല്ലേ. അപ്പോൾ എക്സ് റേസ് ടു എൻ മൈനസ് 3 ആകുമ്പോൾ ഒരു എക്സ് സ്ക്വയർ ഉണ്ടാവും. ലാസ്റ്റ് ടേം എന്താവും? എക്സ് റേസ് ടു എൻ മൈനസ് 1ൽ ഡെൽറ്റ എക്സ് ഇല്ല. അപ്പോൾ ആ ടേം എന്താ വരിക? എക്സ് റേസ് ടു എൻ മൈനസ് 1 വരിക. സെക്കൻഡ് ലാസ്റ്റ് ടേമും എക്സ് റേസ് ടു എൻ മൈനസ് 1 വരിക. ഇനി ഇപ്പോൾ നോക്കി നോക്കുക. ഫസ്റ്റ് ടേം എക്സ് റേസ് ടു എൻ മൈനസ് 1, സെക്കൻഡ് ടേം എക്സ് റേസ് ടു എൻ മൈനസ് 2ഉം എക്സും രണ്ടും എക്സുകളാണ്. അപ്പോൾ അതിൻ്റെ പവർ ഒരുമിച്ച് എഴുതാമല്ലോ അല്ലേ. എ റേസ് ടു എക്സ് എ റേസ് ടു വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ റേസ് ടു എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും പവർ ഒരുമിച്ച് കഴിഞ്ഞാൽ എന്താവും? എൻ പ്ലസ് 2 മൈനസ് 1 ആവും അല്ലേ. എൻ പ്ലസ് 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എൻ മൈനസ് 1. അപ്പോൾ ഇത് എക്സ് റേസ് ടു എൻ മൈനസ് 1 ആവും. ഇനി അടുത്ത ടേമിലോ? അടുത്ത ടേം എക്സിൻ്റെ രണ്ട് പവറാണ്. എക്സ് റേസ് ടു എൻ മൈനസ് 3 ആണ്. അടുത്തും എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എക്സിൻ്റെ ഒരുമിച്ച് പവറിൽ എഴുതാം. എക്സ് റേസ് ടു എൻ മൈനസ് 3 പ്ലസ് 2 എന്ന് എഴുതാം. അപ്പോൾ മൈനസ് 3 പ്ലസ് 2 എന്താവും? മൈനസ് 1 ആവും. അങ്ങനെ വീണ്ടും എക്സ് റേസ് ടു എൻ മൈനസ് 1 വരും. ലാസ്റ്റ് എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണ്. ഇല്ല, എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണ്. എത്ര ടേംസ് ഉണ്ട്? n ടേംസ് ഉണ്ട്. അപ്പോൾ n ടേംസ് ഇല്ല, n തവണ ഒരേ ടേം n തവണ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? n എക്സ് റേസ് ടു എൻ മൈനസ് 1 എഴുതാം അല്ലേ. അപ്പോൾ എന്ത് കിട്ടി? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണ് അല്ലേ. ഇനി ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.